വരട്ടെ ഓരോന്ന് തഫ്സീർ ആവശ്യമുള്ള ഞാൻ അപ്പം അങ്ങനെ പറയും. നീതിക്ക് നിരക്കുന്നതാണോ? അങ്ങനെ ഇത്തരം ഏർപ്പാടുകൾ നടത്തി ഓരോ മഹലിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് മറുഭാഗം സമസ്ത. ഒരൊറ്റ ആലിമിനെയും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല, ഇന്ന് വരെ കുറ്റം പറഞ്ഞിട്ടില്ല. പാവപ്പെട്ട മുതഅല്ലിമീങ്ങളെയും ഒക്കെ വിട്ടിപ്പോ നാട്ടുകാരായ ചെറിയ പിഞ്ചു മക്കൾ ഖുർആൻ ഓതാൻ വേണ്ടി മുസ്ഹഫും കയ്യിൽ പിടിച്ച് വന്ന ചെറിയ പിഞ്ചു മക്കളെയാണ് തെക്കൻകുറ്റൂരിൽ വെച്ച് അടിക്കാൻ വേണ്ടി വലിയ വലിയ മനുഷ്യന്മാർ, ഗുരുവായ മനുഷ്യന്മാരുമുണ്ട്. ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മുന്നിൽ പറയാൻ പറ്റുമോ? ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മുന്നിൽ പറയാൻ പറ്റുമോ? ചെറിയ പിഞ്ചു മക്കൾ മദ്രസയിൽ പഠിക്കുമ്പോൾ കുട്ടികളെ അടിച്ചു എന്ന് പറഞ്ഞാൽ, ഖുർആൻ പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങളെ അടിച്ചു എന്ന് പറഞ്ഞാൽ, സുബ്ഹാനല്ലാഹ്, മലക്കുകൾ ഈ കുട്ടികൾക്ക് ചിറക് വീഴ്ത്തി കൊടുക്കുകയാണ്. ചേളാരി സംസ്ഥക്കാർ തല്ലുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു. മലക്കുകൾ ഈ കുട്ടികൾക്ക് ചിറക് വീഴ്ത്തി കൊടുക്കുകയാണ്. ചേളാരി സംസ്ഥക്കാർ തല്ലുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു. എന്നിട്ടും പറയണെന്താ, ഒരൊറ്റ ആലിമിനെയും ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല, ഒരൊറ്റ ആലിമിനെയും ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല, ഇന്നവരെ പറഞ്ഞിട്ടില്ല. ഇതന്നെ അങ്ങനെ കേട്ടുകൊണ്ടിരുന്നോളൂ, എന്നിട്ട് ചീത്തയും പറയുന്ന അങ്ങനെ കേൾക്കുക. കേട്ടോളൂ. മലക്കുകൾ പഠിക്കുന്ന കുട്ടികൾക്ക് ചിറക് വിരുത്തി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. അതേസമയത്ത് ആ മക്കളെ തല്ലാൻ വരികയാണ് ചേളാരി സമസ്തയുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ എത്ര അധപ്പതിച്ചു പോയി ആ വിഭാഗം. അല്ലാഹു തആല നന്നാകട്ടെ. എത്ര അധപ്പതിച്ചു പോയി ആ വിഭാഗം. ഒരൊറ്റ ആലിമിനെയും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല, ഇന്ന് വരെ കുറ്റം പറഞ്ഞിട്ടില്ല. ഞാനിവിടെ ഊണ് ഉറപ്പ് വെച്ചിട്ട് ഇഷ്ടികയും തലക്ക് വെച്ചിട്ട് ഓല ഷെഡിൽ കിടന്നുറങ്ങിയിട്ടുണ്ടാക്കിയതാ ഇവിടുത്തെ സുന്നത്ത് ജമാഅത്ത്. ഈ സുന്നത്ത് ജമാഅത്ത് പൊളിക്കാൻ വേണ്ടി മലപ്പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു ഖതീബിനെയും കൊണ്ടുവന്ന് ഈ അരസുന്നിയായ കുറച്ച് ആളുകൾ അപ്പുറത്തും ഇപ്പുറത്തും വന്നിട്ട് ഇവിടെ ജുമാ പോൽ, ഇവിടെ ഖുത്ബ പോൽ 3 ഖുത്ബ. ഈ സുന്നത്ത് ജമാഅത്ത് പൊളിക്കാൻ വേണ്ടി മലപ്പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു ഖതീബിനെയും കൊണ്ടുവന്ന് ഈ അരസുന്നിയായ കുറച്ച് ആളുകൾ അപ്പുറത്തും ഇപ്പുറത്തും വന്നിട്ട് ഇവിടെ ജുമാ പോൽ, ഇവിടെ ഖുത്ബ പോൽ 3 ഖുത്ബ. കുറ്റ്യാടിയിലെ ജുമാനെ പറ്റിയാ പറയുന്നത്. ഒരൊറ്റ ആലിമിനെയും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല, ഇന്ന് വരെ കുറ്റം പറഞ്ഞിട്ടില്ല. 4 സാക്ഷികളെ കൊണ്ടുവന്നില്ലെങ്കിൽ 80 അടി അടിക്കണം. നിങ്ങളെ എസ്കക്കാരെ മുഴുവനും സെറൈന്റെ കോടതി 80 അടിക്ക് വിധിക്കേണ്ടി വരും. 4 സാക്ഷികളെ കൊണ്ടുവന്നില്ലെങ്കിൽ 80 അടി അടിക്കണം. നിങ്ങളെ എസ്കക്കാരെ മുഴുവനും സെറൈന്റെ കോടതി 80 അടിക്ക് വിധിക്കേണ്ടി വരും. ഒരു മിനിറ്റ്, എസ് കെ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവില്ലേ, തഫ്സീർ ആവശ്യ. ആരിനെ 80 അടിക്കണം എന്ന് പറയുന്നത് എസ് കെ എന്ന് പറഞ്ഞാല് SKSSF അപ്പുറത്തെ സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗം, അവരെ മുഴുവനും 80 അടി അടിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അവരൊക്കെ വ്യഭിചാര ആരോപണം ഉന്നയിച്ചവരാണ്. ഞാൻ ഒരൊറ്റ ആലിമിനെയും ചീത്ത പറയില്ല അല്ലേ, ആ മൊത്തത്തിലേ പറയുള്ളൂ. അയച്ചോളി. ഒരൊറ്റ ആലിമിനെയും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല, ഇന്ന് വരെ കുറ്റം പറഞ്ഞിട്ടില്ല. ഇനി ഇവിടെ മാത്രമല്ല, സുന്നികളെ തകർക്കാൻ വേണ്ടി മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും അപ്പുറത്തെ സുന്നി എന്ന പേരിൽ അരസുന്നിയും, ഈ അരസുന്നിയും മുജാഹിദും ജമാഅത്തും കൂടിയിട്ടുള്ള ഒരു കൂട്ടുകെട്ട്. സുന്നികളെ തകർക്കാൻ വേണ്ടി മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും അപ്പുറത്തെ സുന്നി എന്ന പേരിൽ അരസുന്നിയും, ഈ അരസുന്നിയും മുജാഹിദും ജമാഅത്തും കൂടിയിട്ടുള്ള ഒരു കൂട്ടുകെട്ട് ഈ കേരളത്തിൽ ഉണ്ടാക്കാൻ നിങ്ങളെ പ്ലാനല്ലേ, പരിപാടിയല്ലേ? സുന്നത്ത് ജമാഅത്ത് തകർക്കാനല്ലേ? കണ്ടോ? അപ്പൊ ആരാ കൂട്ടുകെട്ട്? മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും അരസുന്നിയും അപ്പുറത്തെ EK വിഭാഗം. അപ്പൊ നമ്മൾ 3 കൂട്ടരാ അപ്പൊ കൂട്ടുകെട്ട്. എന്നിപ്പോ ഈ ഒറ്റക്കെട്ട് പൊട്ടി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇപ്പൊ പൊട്ടിക്കാണോ യോജിച്ചിരിക്കാണോ, എപ്പോഴാണ്, എന്താണ്? ഞാൻ ഒരൊറ്റ ആലിമിനെയും ചീത്ത പറയില്ലട്ടോ. കേട്ടോളി ബാക്കി. ഒരൊറ്റ ആലിമിനെയും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല, ഇന്ന് വരെ കുറ്റം പറഞ്ഞിട്ടില്ല. ഏതോ ഈ സുന്നി അഫ്കാറും സത്യധാരാന്നൽ മറ്റു കള്ളത്തരം പറയാൻ വേണ്ടി കുറെ സാധനം. ഏതോ ഈ സുന്നി അഫ്കാറും സത്യധാരാന്നൽ മറ്റു കള്ളത്തരം പറയാൻ വേണ്ടി കുറെ സാധനം. മനസ്സിലായോ? ആ സാധനം മനസ്സിലായോ? ആ പറഞ്ഞെന്താ മനസ്സിലായോ? ഏതോ സുന്നി അഫ്കാറും സത്യധാര എന്ന് പറഞ്ഞിട്ട് കള്ളത്തരം പ്രചരിപ്പിക്കാൻ കുറെ മാസിക. EK വിഭാഗത്തിന്റെ മാസികകളുടെ പേരാ സുന്നി അഫ്കാർ, സത്യധാര. അതെന്തിനുള്ളതാ? കള്ളത്തരം പ്രചരിപ്പിക്കാൻ. അതിൽ എഴുതുന്നത് മുഴുവൻ കള്ളം പ്രചരിപ്പിക്കാനാണ് എന്നല്ലേ ധ്വനി, അല്ലേ? ആ അർത്ഥത്തിലല്ലേ പറയുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നിങ്ങൾ കുറ്റ്യാടിയിലെ ജുമാ ബാത്തിലാണ്, ആ അർത്ഥത്തിലൊക്കെയാണ് നിങ്ങൾ പ്രസംഗിച്ചു വരുന്നത്. കുറ്റ്യാടിയിലത്തെ കാര്യമാണ് നിങ്ങൾ പലപ്പോഴും നിങ്ങൾ കുറ്റ്യാടിയിൽ നടത്ത പ്രസംഗത്തിൽ നിന്നാണ് ഈ കേൾപ്പിക്കുന്നത്. ഇനിയും ബാക്കി കേട്ടോളൂ. ഏതോ ഈ സുന്നി അഫ്കാറും സത്യധാരാന്നൽ മറ്റു കള്ളത്തരം പറയാൻ വേണ്ടി കുറെ സാധനം. ഏതോ ഈ സുന്നി അഫ്കാറും സത്യധാരാന്നൽ മറ്റു കള്ളത്തരം പറയാൻ വേണ്ടി കുറെ സാധനം. ആ സാധനവും വായിച്ചിട്ട് ഈ കാന്തപുര ഉസ്താദിന്റെ ഈബത്ത് ഉസ്താദുമാരിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ അതും കേട്ടിട്ട് ദർശനിങ് പോന്നാലും മീസാൻ മനസ്സിലാവോ? ഒരൊറ്റ ആലിമിനെയും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല, ഇന്ന് വരെ കുറ്റം പറഞ്ഞിട്ടില്ല. അതാ ചന്ദ്രികയിൽ പിന്നൊരു റിപ്പോർട്ട് 23/9/85
ലീഗ് ഓഫീസുകൾ സുന്നത്ത് ജമാഅത്ത് കേന്ദ്രം തന്നെ. ശംസുൽ ഉലമ ലീഗ് ഓഫീസുകളൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ കേന്ദ്രം തന്നെ. അങ്ങനെ ലീഗ് ഓഫീസ് സുന്നത്ത് ജമാഅത്തിന്റെ കേന്ദ്രം നിർത്തിയോ ഇല്ല. പിന്നെ ഈക്കന്റെ പ്രസ്താവന ചന്ദ്രികയിൽ വരുന്നു, നോക്കോളി. ചന്ദ്രിക പറഞ്ഞു, മുസ്ലിങ്ങൾ ഒന്നിച്ചു തന്നെ നീങ്ങണം. 9280 നേരെ വേർത്ത് നിൽക്കണം തന്നെ ഈക്കെ ഇപ്പൊ പറയുന്നു, ഒന്നിച്ചു തന്നെ നീങ്ങണം. കേട്ടോളി, മുസ്ലിങ്ങൾ അഭിപ്രായ ഭിന്നതകൾ മറന്ന് യോജിപ്പിലൂടെ കരുത്ത് നേടണമെന്ന് ശംസുൽ ഉലമ ഈക്കെ മുസ്ലിം പ്രസ്താവിച്ചു. അഭിപ്രായ ഭിന്നത മറക്കാൻ കഴിയും? അഭിപ്രായ ഭിന്നത മറക്കാൻ കഴിയോ? അഭിപ്രായ ഭിന്നത മറക്കാൻ കഴിയൂല. അഭിപ്രായ ഭിന്നത ഉള്ള കാലത്തോളം മറക്കാനാവില്ല. അപ്പൊ അഭിപ്രായ ഭിന്നത മറക്കണമെന്നാണ് ഈക്കെ. ഇതാ ഈക്കക്ക് അബദ്ധം പറ്റിയെന്ന് ഞാൻ പറഞ്ഞത്. ഇത് പിന്നീട് അദ്ദേഹം തോപ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുറ്റം പറയാത്തത്. അപ്പൊ ഈക്കക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി. എല്ലാവരും എന്ത് വേണോ സുബ്ഹാനല്ലാഹ്. കോൺഗ്രസ്സുകാരെ പറ്റി എഴുതി വെക്കണം. നിങ്ങൾക്ക് മൂസാജി ഒന്ന് കേട്ടോട്ടെ. കോൺഗ്രസ്സുകാരെ പറ്റി അപ്പുറത്തെ സംസ്ഥാന സെക്രട്ടറി എഴുതാണ്. ഇവിടെ കോൺഗ്രസ്സുകാർ കുറേയുള്ള സ്ഥലം അവർ കേട്ടോട്ടെ. കേട്ടോളെ, കോൺഗ്രസ്സുകാരെ പറ്റി എഴുതാണ്. എന്താ ലീഗ് തന്നെ ആണോ എന്ന് പറയാൻ കാരണം അത് പറയാൻ. കേട്ടോളി, മുസ്ലിം സമുദായത്തിന്റെ അവകാശ താല്പര്യങ്ങളെ കുറിച്ച് തികച്ചും ബോധമുള്ള പല മുസ്ലിങ്ങളും കോൺഗ്രസിലുണ്ടെന്ന യാഥാർത്ഥ്യം ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷേ അവരുടെ പ്രവർത്തനങ്ങൾക്ക് പരിധിയുണ്ട്. എപ്പോൾ അവരുടെ നേതൃത്വം നിൽക്കൂ എന്ന് അവരോട് നിർദ്ദേശിക്കുന്നുവോ അപ്പോൾ അവിടെ നിൽക്കണം. പിന്നെ ഒരു കടുമണിക്ക് മുന്നോട്ട് പോകാൻ ആ സംഘത്തിൽ നിന്നുകൊണ്ട് അവർക്ക് സാധ്യമല്ല. മുസ്ലിം ലീഗിന്റെ അവസ്ഥ അതല്ലല്ലോ. ഇപ്പൊ കോൺഗ്രസ്സുകാർക്ക് കോൺഗ്രസിന്റെ നേതൃത്വം നിൽക്കുന്നതിനാണ് നിൽക്കേണ്ടി വരും. ഇസ്ലാം പറയാനാവൂല. അതായത് മുസ്ലിം ലീഗ് അങ്ങനല്ല. മുസ്ലിം ലീഗ് അങ്ങനല്ല. പിന്നെ മുസ്ലിം ലീഗ് വലിയ മുത്തഖീങ്ങളും ഭയങ്കര സാലിഹീങ്ങളും കണ്ടില്ലേ നിങ്ങൾ? മുസ്ലിം ലീഗ് അങ്ങനല്ല. പിന്നെ മുസ്ലിം ലീഗ് വലിയ മുത്തഖീങ്ങളും ഭയങ്കര സാലിഹീങ്ങളും കണ്ടില്ലേ നിങ്ങൾ? ഒരൊറ്റ ആലിമിനെയും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല, ഇന്ന് വരെ കുറ്റം പറഞ്ഞിട്ടില്ല. മരിക്കണ്ടേ നിങ്ങൾക്ക്? മരിക്കണ്ടേ? ആഖിറത്തിൽ വിശ്വാസം തീരെയില്ലേ? എന്ത് സംഭവിച്ചു പോയി നിങ്ങൾക്ക്? അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് തളീക്കരയിലുള്ള മുസ്ലിമീങ്ങളോട്, അതുപോലെ സമീപ പ്രദേശങ്ങളിലെ മുസ്ലിമീങ്ങളോട്, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഈ യതീംഖാന സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല, തഖ്വയുടെ മേൽ അടിത്തറയിട്ടതല്ല. സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിൽക്കാൻ വേണ്ടി സിറാജുൽ തുടങ്ങിയപ്പോ അതിനെ തകർക്കാൻ വേണ്ടി മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒത്താശയോടുകൂടെ ചില ആളുകൾക്ക് പണം കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ സ്ഥാപനമാണ്. മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒത്താശയോടുകൂടെ ചില ആളുകൾക്ക് പണം കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ സ്ഥാപനം. ഇനി മൂപ്പരുടെ ചില കാപട്യങ്ങളുടെ സാമ്പിളുകൾ കുറച്ച് കാണിക്കാം.